പന്തളം കൊട്ടാരത്തിന് ശബരിമല മണിമണ്ഡപത്തിൽ കുടികൊള്ളുന്ന അയ്യപ്പനുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. മണ്ഡലകാലം എന്ന് പറയുമ്പോൾ ശബരിമലയ്ക്കും ശബരിമലയിലെ ആചാരങ്ങൾക്കും വളരെയേറെ പ്രാധാന്യമുള്ളൊരു കാലമാണ്. നമ്മളിൽ പലരും ഇപ്പോൾ ശബരിമലയിലെ ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചുമൊക്കെ അജ്ഞരാണ്. സത്യം പറഞ്ഞാൽ മണിമണ്ഡപത്തിലെ പൂജ, ഗുരുതി തുടങ്ങിയ കർമ്മങ്ങളെല്ലാം ചെയ്തു പോരുന്നത് കുന്നക്കാട്ട് കുടുംബത്തിലെ തലമുറകളായിട്ട് കൈമാറി വരുന്ന കാരണവന്മാരാണ്. അതിലൊരാളാണ് രതീഷ് അയ്യപ്പക്കുറുപ്പ് സർ. സർ, വെൽക്കം ടു ABC മലയാളം ജ്യോതിഷം. പിന്നെ നമ്മോടൊപ്പം ഉള്ളത് അനു അനന്തൻ സർ. വെൽക്കം ടു ABC മലയാളം ജ്യോതിഷം. സർ, നമുക്ക് ശബരിമലയിൽ ഈ മണ്ഡലകാലത്ത് ഉത്സവം നടക്കുന്നു. ചില മാസങ്ങളിൽ മാത്രം നടതുറപ്പ് പൂജകൾ നടക്കുന്നു. ഇതിനു പുറമെ അവിടെ ഒരുപാട് ആചാരങ്ങൾ നടക്കുന്നുണ്ടെന്ന് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നടക്കുന്ന ഈ ചടങ്ങുകളെക്കുറിച്ചെല്ലാം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? മകരവിളക്ക് മഹോത്സവം, മകരവിളക്ക് ഉത്സവം എന്നല്ല പറയുന്നത്, മകരവിളക്ക് മഹോത്സവം എന്നാണ് പറയുന്നത്. അത് ഏതാണ്ട് 800 ചില്ലാനം വർഷത്തോളം മേൽപ്പഴക്കം ഉണ്ട് എന്ന് പറയുന്നു മകരവിളക്ക് ഉത്സവത്തിന്. ശബരിമലയിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും ശബരിമല ദർശനത്തിനും അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള അവകാശവും അധികാരവും ഉണ്ടായിരുന്ന ഒരു കാലത്ത് വാണിജ്യ ഉത്സവം പോലെ നടത്തിയിരുന്ന ഒരു ഉത്സവമാണ് മകരവിളക്ക് ഉത്സവം. മകരവിളക്ക് ഉത്സവത്തിന് മകരവിളക്ക് അടിയന്തരം എന്നാണ് പറയാറുള്ളത്. ഈ മകരവിളക്ക് അടിയന്തരത്തിൽ ഏറ്റവും പ്രധാനമായ ചടങ്ങുകൾ നടക്കുന്നത് മാളികപ്പുറത്ത് മണിമണ്ഡപത്തിലാണ്. അതായത് മണിമണ്ഡപത്തിലെ ചടങ്ങുകൾ തുടങ്ങുന്നത് തിരുവാഭരണം പുറപ്പെടുന്നതിന് 2 ദിവസം മുമ്പ് പന്തളം കൊട്ടാരത്തിലെ വലിയ തമ്പുരാട്ടി മണിമണ്ഡപത്തിനുള്ളിൽ വരയ്ക്കാനുള്ള അയ്യപ്പൻ്റെ കളം വരയ്ക്കാനുള്ള പഞ്ചവർണ്ണ പൊടികൾ തന്നു വിടുന്നത് മുതലാണ് മണിമണ്ഡപത്തിലെ ചടങ്ങുകൾ തുടങ്ങുന്നത്. കളപ്പൊടികൾ ഏറ്റുവാങ്ങി ശബരിമലയിൽ ചെല്ലുമ്പോൾ മകരവിളക്കിന് തൊട്ട് തലേ ദിവസം ദേവസ്വം അധികാരികളിൽ നിന്ന് താക്കോൽ ഏറ്റുവാങ്ങിക്കുന്നു. അവിടെ മണിമണ്ഡപത്തിനുള്ളിൽ ശുദ്ധീകരിക്കുന്നു. ശുദ്ധിക്രിയ എന്ന് വെച്ചാൽ താന്ത്രികമായിട്ടുള്ളതല്ല, ഞങ്ങളുടേതായിട്ടുള്ള ശുദ്ധിക്രിയ നടത്തുന്നു. അതിനുശേഷം മണിമണ്ഡപത്തിനെ മകരവിളക്ക് ഉത്സവത്തിന് വേണ്ടിയിട്ട് സജ്ജമാക്കുന്നു. തുടർന്ന് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് രഹസ്യ സ്വഭാവത്തിലുള്ള ചില ചടങ്ങുകൾ നടത്തി ഭഗവാന്റെ കേശാദിപാദം പാടുന്നതോടുകൂടി ഭഗവാനെ ഉത്സവം നടത്തുന്നതായിട്ട് അറിയിക്കുന്നു. വൈകുന്നേരം 5-6 മണിയോടുകൂടി തിരുവാഭരണ ഘോഷയാത്ര, പന്തളത്തു നിന്ന് പുറപ്പെടുന്ന തിരുവാഭരണ ഘോഷയാത്ര ശബരിമലയിലേക്ക് എത്തുന്നു. തിരുവാഭരണ ഘോഷയാത്രയിൽ 3 പേടകങ്ങളാണുള്ളത്. തിരുവാഭരണപ്പെട്ടി, വെള്ളിപ്പെട്ടി, കൊടിപ്പെട്ടി. ഈ ഘോഷയാത്രയിൽ വരുന്ന വെള്ളിപ്പെട്ടിയും കൊടിപ്പെട്ടിയും 18-ാം പടി കയറാറില്ല. തിരുവാഭരണപ്പെട്ടി മാത്രം 18-ാം പടി കയറി. അത് ശ്രീധർമ്മശാസ്താവിനുള്ള തിരുവാഭരണങ്ങളാണ്. പൂർണ്ണ പുഷ്കല, ആന, പുലി, ചുരിക, വലിയ ചുരിക, ചെറിയ ചുരിക, 4 മാലകൾ, പ്രഭ, തിരുമുഖം ഒക്കെ അടങ്ങിയതാണ് പ്രധാന പെട്ടി. 2-ാമത്തെ പെട്ടിയും 3-ാമത്തെ പെട്ടിയും മാളികപ്പുറത്തേക്കാണ് വരുന്നത്. പക്ഷേ ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന മാളികപ്പുറത്ത് അമ്മയ്ക്കാണ് വരുന്നതെന്ന്. പക്ഷെ മാളികപ്പുറത്തമ്മയ്ക്കല്ല, അത് മണിമണ്ഡപത്തിലേക്കാണ് വരുന്നത്. മണിമണ്ഡപത്തിൽ അർദ്ധപ്രദക്ഷിണം ചെയ്ത് മണിമണ്ഡപത്തിന് പിന്നിലുള്ള രാജമണ്ഡപം, മണിമണ്ഡപത്തിന് പിന്നിലാണ് പന്തള രാജകൊട്ടാരത്തിൽ നിന്ന് ആചാരപരമായി രാജപ്രതിനിധികൾ വരുമ്പോൾ താമസിക്കുന്ന ഇടം. അപ്പം മണിമണ്ഡപത്തിൻ്റെ പ്രാധാന്യം അതിൽ നിന്ന് മനസ്സിലാക്കാം. അവിടെ വെച്ചിട്ട് പിന്നെ അത് സ്ട്രോങ് റൂമിലേക്ക് മാറ്റും. സന്ധ്യയ്ക്ക് കളം എഴുതാൻ തുടങ്ങും. കളമെഴുതി കളം പൂർത്തിയാക്കുന്നതോടുകൂടി പ്രത്യേകതരം നിവേദ്യങ്ങൾ നടത്തും. ഈ നിവേദ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും പന്തളം കൊട്ടാരത്തിൽ നിന്നാണ് തന്നുവിടാറുള്ളത്. അതിനുശേഷം സന്നിധാനത്തെ അത്താഴപൂജ കണക്കാക്കും. സന്നിധാനത്തെ അത്താഴപൂജ കഴിയുമ്പോൾ കളം എഴുതിയ മണിമണ്ഡപത്തിനകത്തു നിന്ന് ഭഗവാന്റെ എഴുന്നള്ളത്തുണ്ടാവും. തിരുവാഭരണപ്പെട്ടിയിൽ കൊണ്ടുവരുന്ന തെടമ്പ്, അത് കൊമ്പൻ മീശയുള്ള യോധാസങ്കല്പത്തിലുള്ള തിരുമുഖം ആലേഖനം ചെയ്ത തെടമ്പിലേക്ക്
മണിമണ്ഡപത്തിൽ നിന്ന് ദേവചൈതന്യത്തെ ആവാഹിക്കുന്നു. തുടർന്ന് തലപ്പാറ മല, ഉടുമ്പാറ മല എന്നിവയുടെ കൊടികളുണ്ട്. ഈ കൊടികളും തിരുവാഭരണപ്പെട്ടിയിൽ കൊണ്ടുവരുന്ന ഈ കൊടികളുടെ അകമ്പടിയോടുകൂടി വളരെ ആഘോഷമായിട്ട് ആഡംബരപൂർവ്വം ഭഗവാനെ മേളം, തീവെട്ടി മുതലായവയോടുകൂടി എഴുന്നള്ളിച്ച് 18-ാം പടിയിലേക്ക് പോകുന്നു. 18-ാം പടിയിൽ ചെന്ന് നിലപാട് നിൽക്കും. അതിന് നിലപാട് നിൽക്കുക എന്നാണ് പറയുന്നത്. 18-ാം പടിയുടെ മുന്നിലൊരു തറയുണ്ട്. ആ തറയ്ക്ക് നിലപാട് തറ എന്നാണ് പറയുന്നത്. ഈ നിലപാട്ട് തറയിൽ തെക്കോട്ട് തിരിഞ്ഞ് പെരുന്നാട് പുന്നമൂട്ടിൽ എന്ന് പറയുന്ന ഒരു കുടുംബത്തിലെ അംഗങ്ങൾ നായാട്ടുവിളി ചൊല്ലുന്നു. വടക്കോട്ട് തിരിഞ്ഞ് ദേവസ്വം അധികാരികളും മറ്റ് ആളുകളും നിൽക്കുന്നു. കിഴക്കോട്ട് തിരിഞ്ഞ് ശബരിമല 18-ാം പടിക്ക് മുകളിൽ ശ്രീധർമ്മശാസ്താവും, പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് മണിമണ്ഡപത്തിൽ നിന്ന് എഴുന്നള്ളി വന്ന അയ്യപ്പസ്വാമി നിൽക്കുന്നു. ഈ നിൽക്കുന്ന നിപ്പിനെയാണ് നിലപാട് നിൽക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് അയ്യപ്പൻ്റെ ചരിത്രവും ശാസ്താവിൻ്റെ ഐതിഹ്യവും കലർന്നുള്ളൊരു കീർത്തനമാണ് ചൊല്ലുന്നത്. 567 ശീലുകളുള്ള ഒരു കീർത്തനം. അതിൽ ശാസ്താവിൻ്റെ കഥ പറഞ്ഞ് അവസാനം ചരിത്രപുരുഷനായ അയ്യപ്പനിലേക്ക് കടക്കുകയാണ്. അയ്യപ്പൻ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടത് എന്നും. ആ കീർത്തനത്തിൻ്റെ വരികൾ ഓർമ്മയുണ്ടെങ്കിലൊന്ന് ചൊല്ലാമോ? അറിയാവുന്ന അഴകിനോട് ഗണപതിയും വാണി മാതാവും തുണച്ചെനിക്ക് എന്ന് തുടങ്ങുന്ന അതിനകത്ത് ഭഗവാന്റെ പേരൊക്കെ പറഞ്ഞു പറയുന്നുണ്ട്. ശബരിമല മുകളിൽ അയ്യൻ കേരളൻ കുടികൊണ്ടപ്പോൾ എന്ന് പറയുന്നുണ്ട്. അയ്യൻ കേരളൻ അല്ലേ? അയ്യൻ കേരളൻ ഭഗവാന്റെ, അതായത് മണിമണ്ഡപത്തിൽ കുടികൊള്ളുന്നു എന്ന് പറയുന്ന ഭഗവാന്റെ പേരാണ് ആര്യൻ കേരളൻ. ആര്യൻ കേരളൻ. തൈമാസം ആദ്യ തൊട്ടങ്ങ് 5 നാൾ മഹോത്സവം. തൈമാസം ആദ്യ തൊട്ട് മകരം 1 മുതൽ 5 ദിവസം ഉത്സവം എന്ന് രാജാവിനോട് പറയുന്നുണ്ട്. പേരാറ്റിൻ പെരുമണലിൽ വെള്ളാനക്കഴുത്തിന്മേൽ വെള്ളിപ്പാവാടയും വിരിച്ച് വെള്ളിക്കരങ്ങവും വീശി ഇരുന്നരുളും ആര്യമഹാശാസ്താവിന് ഇമ്പമാന പാട്ടമ്പലത്തിൽ പട്ടുമിട്ട് പനിനീർ നളിച്ച് നേർച്ചയിൽ പൊതിച്ചകിരി കയറും പാകി കെട്ടും തൂക്കും വിദ്യാരംഭം വിട്ട് ഇമ്പമോട് അയ്യൻ്റെ കളവും കുറിച്ചിടണം. സന്ധ്യ പെരുമാർ വേലയും കഴിഞ്ഞ് എതിരേൽപ്പിനെടുക്കുമ്പോൾ, അതായത് മണിമണ്ഡപത്തിൽ കളം വരയ്ക്കണമെന്നും ഭഗവാനെ എഴുന്നള്ളിക്കണമെന്നുമാണ് ഈ വരികളിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മണിമണ്ഡപത്തിനുള്ളിൽ പനിനീർ തളിച്ച്, മണിമണ്ഡപത്തിനുള്ളിൽ ഇന്നും വെള്ളം ഉപയോഗിക്കാറില്ല. അവിടുത്തെ കർമ്മങ്ങൾക്കൊക്കെ പനിനീരാണ് ഉപയോഗിക്കുന്നത്. തിരുവാഭരണ ഘോഷയാത്ര നടക്കുമ്പം പെരുന്നാട് മുതൽ വടശ്ശേരിക്കര മുതൽ പെരുന്നാട് വരെയുള്ള സ്ഥലങ്ങളിൽ, അങ്ങോട്ട് വനത്തിനടുത്തോട്ട് വരുന്ന സ്ഥലങ്ങളിൽ അവിടെ ആളുകൾ നേർച്ചയായിട്ട് കൊടുക്കുന്ന കയറ, ചെറിയ ഇഴക്കയർ. ഈ കയറാണ് വിധാനിക്കാൻ വേണ്ടി കെട്ടണം എന്ന് പറയുന്നത്. നേർച്ചയിൽ കിട്ടുന്ന കയർ. അതിനെന്തെങ്കിലും ഒരു ശാസ്ത്രം പറയാനുണ്ടാവുമോ? അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയത്തില്ല. അവിടെ ആളുകൾ രോഗ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കയർ വഴിപാട് കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ. അതിനിടയ്ക്ക് കാവ്യ കുഞ്ഞുനാളം കാണാൻ ശബരിമല പോയിട്ടുണ്ടോ? ഇല്ല. ചേട്ടന് കെട്ടും തൂക്കും വിദ്യാരംഭം വിട്ട് അയ്യൻ്റെ ഇമ്പമോട് അയ്യൻ്റെ കളവും കുറിച്ചിടണം. സന്ധ്യ പെരുമാർ വേലയും കഴിഞ്ഞ് എതിരേൽപ്പിൻ തറമേൽ ചെന്ന് അങ്ങനെ ബാക്കി നായാട്ട് വിളിക്കണം. അവർ ആ പ്രൊസീജിയേഴ്സാണ് പറയുന്നത്. ഈ ഭഗവാൻ, അതായത് മണിമണ്ഡപത്തിൽ കുടികൊള്ളുന്ന ആര്യൻ കേരളൻ പന്തള രാജാവിന് പറഞ്ഞു കൊടുത്തതായിട്ടല്ലേ ഇത്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അങ്ങനെയല്ലേ? പന്തള രാജാവിന് ചൊല്ലിനാൻ അയ്യനോടും മെല്ലവേ ഭൂപനോടും, അങ്ങനെയാണ് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നത്. ഭൂപനോടെന്ന് പറയുമ്പോൾ രാജാവിനോട്, അയ്യൻ രാജാവിനോട് ചൊല്ലിക്കൊടുത്തു ഇങ്ങനെ വേണം ഇവിടുത്തെ സമ്പ്രദായം എന്നല്ലേ? പന്തളം കൊട്ടാരത്തിന് ശബരിമല മണിമണ്ഡപത്തിൽ കുടികൊള്ളുന്ന അയ്യപ്പനുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. ആരൊക്കെ തിരസ്കരിച്ചാലും അത് സത്യസന്ധവും അത് ഒട്ടും കറകളയാത്തതുമായിട്ടുള്ള ബന്ധമാണ്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.